പൂക്കുളത്തല അഗ്രി ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ പുതിയതായിട്ട് വന്ന സ്റ്റോക്കുകളെ പറ്റിയാണ് പറയുന്നത്. നഴ്സറിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്, കഴിഞ്ഞ ശനിയാഴ്ചയാണ് പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്നത്. ഇത് ലെൻഡാന എന്ന് പറഞ്ഞ ചെടിയാണ്. നല്ല ചെറിയ ചെറിയ പൂക്കളുണ്ടാകുന്ന വള്ളിയായിട്ട് പടർന്നു പോകുന്ന ഒരു ചെടിയാണ്. വീടിൻ്റെ മുമ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രസമാണ്. ഇത് ഒന്നൊന്നും വെച്ചിട്ട് കാര്യമില്ല, ഒരു 10-15 പീസൊക്കെ അങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല മനോഹരമായ ചെടിയാണ്. കൂടാതെ റോസ്, വിവിധ റോസുകൾ വന്നിട്ടുണ്ട് പല കളറിൽ, നല്ല നല്ല കളറുകളുണ്ട്. റോസൊക്കെ ഇപ്പം കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ടൈറ്റിലാണുള്ളത്. കുറച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല വെറൈറ്റീസ് കളറുകളൊക്കെ ഉണ്ട്, നല്ല നല്ല ചെടികൾ. അതുപോലെ തന്നെ റെഡ് ലേഡി പപ്പായ, അതും കുറച്ച് ഇപ്പം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ചെറിയ തൈ ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് വളരെ ചെറിയ തൈയാണ്. അത് കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മളത് എടുത്തിട്ട് വരികയത്. നല്ല റെഡ് ലേഡി 3 മാസം കൊണ്ട് പൂക്കുന്നതാണ്. നല്ല ശരിയായ പരിചരണം കൊടുക്കുകയാണെങ്കിൽ 3ാമത്തെ മാസം ഇതിന് പൂ വരും. അതുപോലെ തന്നെ നമ്മുടെ ചെടിമുരിങ്ങയുണ്ട്, നമ്മുടെ അടുത്ത് സ്റ്റോക്കുണ്ട്. ധാരാളം ചെടികൾ ഇപ്പോഴുണ്ട് നിലവിൽ. നല്ല അത് 6 മാസം കൊണ്ട് പൂ ഇടുന്നതാണ്. പിന്നെ നമ്മൾ ശീതകാല ഫ്രൂട്ട്സാണ് സ്ട്രോബെറി എന്ന് പറഞ്ഞ തൈകൾ. സ്ട്രോബെറി ഇപ്പം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ പൂവായിട്ടുണ്ട് സ്ട്രോബെറിയുടെ. ഇത് നമ്മൾ ഇപ്പോഴത്തെ ഈ തണുപ്പ് കാലാവസ്ഥയിൽ നന്നായിട്ട് വളരും. പുതിനയുടെ ചെടി നമുക്ക് വന്നിട്ടുണ്ട്. പുതിന നമ്മൾ അറിയാം, നമ്മളെല്ലാ ഭക്ഷണത്തിനും കുറേശ്ശെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് മാത്രമല്ല, നമ്മൾ കട്ടൻ ചായ തിളപ്പിച്ച് ഒരു 2-3 ഇലയിട്ട് അത് കഴിക്കുവാണെങ്കിൽ നമ്മുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും അതിനൊക്കെ വളരെ അത്യുത്തമമായ ഒരു ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് പുതിന. അത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ വേറെ ഇനമാണ് നമ്മുടെ ഡയാന്തസ്. ഉണ്ടോ, വിവിധ കളറുകളിൽപ്പെട്ട ഡയാന്തസ് ആണ്. വളരെ നല്ല മനോഹരമായ പൂക്കളാണ്. അതിൻ്റെ ഇഷ്ടംപോലെ കളറുകൾ ഇപ്പോൾ ലഭ്യമാണ്. അതുപോലെ തന്നെ കലാഞ്ചിയ എത്തിയിട്ടുണ്ട്. കലാഞ്ചിയുടെ പല 3-4 കളർ കലാഞ്ചിയ ഇപ്പം വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് മുന്തിരിയുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, നല്ല കറുപ്പ് മുന്തിരി. അത് ഇപ്പം തന്നെ നമ്മൾ അതിനകത്ത് പൂവൊക്കെ ആയിട്ടുള്ളതുണ്ട്. മുന്തിരിയുടെ കൃഷി എന്ന് പറഞ്ഞാൽ ചിലർ ചോദിക്കും ചെറിയതല്ലേ, അധികം കുഴി വേണമെന്നൊക്കെ ചോദിക്കും. ഒരു 2.5-3 അടി കുഴി എടുത്ത് അതിനകത്ത് നല്ലോണം ജൈവവളം നിറച്ച് വെച്ച ശേഷം മാത്രമേ മുന്തിരി നടാവുള്ളൂ. മുന്തിരിയുടെ ആയുസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 100 വർഷത്തോളം കിട്ടുന്നതാണ് മുന്തിരി. പുതിയൊരു ഇൻഡോർ പ്ലാന്റ് വന്നിട്ടുണ്ട്, ഗലാത്തിയ എന്ന് പറഞ്ഞിട്ട്. ഗലാത്തിയ ഒരു പുതിയൊരു വെറൈറ്റിയാണ്. 2-3 ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഗലാത്തിയ. ഇൻഡോർ പ്ലാന്റ്സ് വേറെയുണ്ട്, കുറേ ധാരാളം വെറൈറ്റീസ് ഉണ്ട്. ഇങ്ങനെ പുതിയതായിട്ട് വന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ വേറൊരു ചെടിയാണ് കുക്കുബ എന്ന് പറഞ്ഞിട്ട്. ഇത് ഈ വർഷം മുതൽ കിട്ടുന്ന ഒരു പുതിയൊരു വെറൈറ്റിയാണ്. നല്ല പൂക്കളൊക്കെ ഉണ്ടാകുന്ന നല്ല മനോഹരമായ ചെടിയാണ് കുക്കുബ. അതിൻ്റെ സ്റ്റോക്കുകളുണ്ട് കുക്കുബ. റോസിൻ്റെ ഇഷ്ടംപോലെ കളർ വന്നിട്ടുണ്ട്. മഞ്ഞ കളറൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞയൊക്കെ, ഇത് കളർ പേടാകാത്ത സൈസ് മഞ്ഞയാണ്. മഞ്ഞ പല സൈസ് വരുന്നുണ്ട്. ഇങ്ങനത്തെ മഞ്ഞ കിട്ടുന്നത് വളരെ അപൂർവമായിട്ട് കിട്ടത്തുള്ളൂ. ചില സമയത്തേ അത് കിട്ടത്തുള്ളൂ. എല്ലാ ടൈമിലും അത് മഞ്ഞ കിട്ടിയല്ല. നല്ല മഞ്ഞ കളറുള്ള ചെടികളുണ്ട്. വിവിധ എല്ലാം മൊട്ടിൻ്റെ പരുവത്തിലാണ് നിൽക്കുന്നത്. എല്ലാം വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ബട്ടൺ റോസ്, മിനി അങ്ങനത്തെ, പിന്നെ കാശ്മീരി റോസ്, അങ്ങനെയുള്ള റോസിൻ്റെ വിവിധ ശേഖരങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ നിലവിൽ. പിന്നെ ജമന്തി ഉണ്ട്. നല്ല കവറിലുള്ള ജമന്തിയുണ്ട്, പോട്ടിലുള്ളതുണ്ട്. പിന്നെ അതിൻ്റെ വലിയ സൈസ് ജമന്തി, ഇത് വലിയതായിട്ട് വന്നിരിക്കുന്ന ഉണ്ട്, കുറച്ചുകൂടെ വലിപ്പമുള്ള ചെടികൾ. ജമന്തി, ചെത്തി. പിന്നെ ബിഗോണിയ നമ്മൾ കളക്ഷൻ കുറച്ച് നാളായിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഇപ്പം ആദ്യമായിട്ട് കിട്ടിയതാണ് ബിഗോണിയ. നല്ല നമ്മുടെ ഏത് കാലാവസ്ഥയിലും നമുക്ക് യോജിച്ചതാണ് ബിഗോണിയ. അതുപോലെ തന്നെ വിങ്ക റോസ്, വളരെ മനോഹരമായ പൂക്കളാണ്. ഒരു സീസൺ മുഴുവൻ പൂക്കൾ കിട്ടുന്നതാണ്. ഇത് നല്ല കുറച്ച് വലിപ്പമുള്ള ചട്ടിയിലോ ബാഗിലോ ഒക്കെ നല്ല ജൈവവളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം നല്ല തഴച്ച് വളർന്ന് ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും. പിന്നെ അടുത്തതായിട്ട് കാണുന്നത് പിറ്റൂണിയ. നല്ല വളരെ വിവിധ കളറുകളിലെ പൂക്കളായിട്ട്
പിറ്റൂണിയുണ്ട്, നല്ല ചെടിയാണ് വന്നിരിക്കുന്നത്. പിറ്റൂണിയ നല്ല ഇഷ്ടംപോലെ കളറുണ്ട്. അതുപോലെ തന്നെ പെൻറ്റാസ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, നല്ല പല കളറുണ്ട്. ജെറേനിയത്തിൻ്റെ വിവിധ കളറുകൾ, നല്ല മനോഹരമായ പൂക്കൾ, ചുവന്നത്, വയലറ്റ്, ഡബിൾ കളറ്, വൈറ്റ്, അങ്ങനെ കളറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും വേറെ പറയാനുള്ളത്, നമുക്ക് ഈ പ്രാവശ്യം ലഭ്യമായത് ഒരു പുതിയൊരു വെറൈറ്റിയാണ് വിക്സിൻ്റെ ചെടി. ഇത് വളരെ നല്ലതാണ് വിക്സ് ചെടി. ഇത് നമ്മൾ എടുത്തിട്ട് തിരുമ്മി കഴിഞ്ഞാൽ അറിയാം വിക്സിൻ്റെ മണമാണ്, നാച്ചുറൽ സാധനമാണ്. ഇത് നമ്മൾ നാരങ്ങ ഒക്കെ പിഴിഞ്ഞ് നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ ഒരു 3-4 ഇലയൊക്കെ അടിച്ച് അതിനകത്ത് ചേർത്ത് വളരെ ടേസ്റ്റാണ്. അതിനെ നമുക്ക് ആവി പിടിക്കാനൊക്കെ, നമ്മൾ സാധാരണ വെള്ളം തിളപ്പിച്ചിട്ട് ആവി പിടിക്കുന്ന അതിനകത്തൊക്കെ ഇട്ട് ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വിക്സ് ഉപയോഗിക്കുന്നതിനേക്കാളും ഗുണപ്രദമാണ്. ഇത് അങ്ങനെ എവിടെയും കിട്ടുന്ന ഒരു തൈ അല്ല അത്. അതുപോലെ റോസ്മേരി, വേറെ ഒരു ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് റോസ്മേരി. ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് കറിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലിത് കറിയിൽ മാത്രമല്ല എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൊരു പ്രത്യേകത, നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ തന്നെ കൈക്ക് നല്ല സ്മെല്ലായിരിക്കും. ഏത് വൃത്തിയായിട്ട് നമ്മുടെ കയ്യിൽ മണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പിടിച്ചു കഴിഞ്ഞാൽ തൂത്താൽ മതി, ആ ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടും. നല്ല ഒരു ചെടിയാണിത്. പവിഴമുല്ലയുടെ ചെടി വന്നിട്ടുണ്ട്, ഉണ്ടോ? നല്ല മനോഹരമായ പൂക്കൾ. ഈ ചെടി വളരുന്തോറുമാണ് അതിൻ്റെ മനോഹാരിത വരുന്നത്. നമ്മൾ ചെറിയ ചെടിയാകുമ്പോൾ അതിൻ്റേതായ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പം ചെടി വലുതാകണം എപ്പോഴും. അപ്പോൾ ആ രീതിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ബ്യൂട്ടി കിട്ടത്തുള്ളൂ. അതിൻ്റെ ചെറിയ ചെടികളുമുണ്ട് ഇവിടെ, കണ്ടോ? ചെറിയത് ഇത് ഇതുപോലെ വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ കൊടുക്കും. പിന്നെ ആസ്റ്റർ വന്നിട്ടുണ്ട്. ആസ്റ്ററിൻ്റെ നല്ല കളക്ഷനുണ്ട്, പല കളറുണ്ട് ആസ്റ്റർ. പിന്നെ വരുന്ന അടുത്തൊരു ചെടിയാണ് ടേബിൾ റോസ്. കട്ടപ്പൂവുണ്ട്, റോസ് പോലെ പൂവുണ്ട്, ഡബിൾ ലെയർ, സിംഗിൾ ലെയർ, പല കളറിലുള്ള ഉണ്ട്. എല്ലാം മൊട്ട് വരുന്നേ ഉള്ളൂ, പല ഐറ്റംസ് ഉണ്ട് അതിനകത്ത്. പിന്നെ നമുക്ക് ചെമ്പരത്തിയുടെ വലിയ കളക്ഷനുണ്ട്. ചെമ്പരത്തി ധാരാളം വന്നിട്ടുണ്ട്, പല കളറുകളിൽ. പിന്നെ നമ്മൾ വേറെ ചെടിയാണ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറഞ്ഞിട്ട്. പൂവിൻ്റെ കളർ മാറിക്കൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ കാലാവസ്ഥയിലൊക്കെ പിടിക്കുന്ന ധാരാളം പൂക്കൾ ഉണ്ടാകുന്നത്. ഏകദേശം എല്ലാ ടൈമിൽ തന്നെ അതിന് പൂക്കൾ കിട്ടുന്നതാണ്. അങ്ങനെ ചെടിയാണ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ. പിന്നെ ഗോൾഡൻ സൈപ്രസ്, ചെത്തികൾ, വിവിധ ഇനങ്ങൾ ചെത്തികൾ, ഇതെല്ലാം നമ്മുടെ നഴ്സറി സ്റ്റോക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് ആഡായി കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് വരുന്ന ഏതെല്ലാം ഐറ്റംസ് ഒക്കെ ഉണ്ടോ അന്നേരം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയാനും എല്ലാം സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.